ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. മാർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളാണ് നമുക്കിന്ന് ധ്യാന വിചിന്തനത്തിനായിട്ട് തിരുസഭ നൽകിയിരിക്കുന്നത്. ഈശോ കൊടുക്കുന്ന ഒരു പ്രത്യേക ബന്ധത്തിന് കൊടുക്കുന്ന വലിയൊരു വാഴ്ത്താണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കും. പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് സ്ത്രീയോട് ചേർന്ന് അവർ ഒരു ശരീരമായി തീരും. മറ്റേത് ബന്ധത്തിനാണ് ഇത്രയും ശ്രേഷ്ഠത ഈശോ കൽപ്പിച്ച് നൽകിയിരിക്കുന്നത്? ഇതിനേക്കാൾ ഭംഗിയായിട്ട് എങ്ങനെയാണ് ഒരു ബന്ധത്തെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്? ഒരു ശരീരമായി തീരുന്ന ഒരു ബന്ധം. അപ്പോൾ ഓരോ ബന്ധവും ഓരോ ഇടപെടലും ഒരു ശരീരമാകാനുള്ള മാർഗമായിട്ടാണ് ദാമ്പത്യത്തെ ഈശോ വരച്ചു കാണിക്കുന്നത്. ഒരാൾക്ക് വിഷമം തട്ടുമ്പോൾ മറ്റയാളുടെ ഉറക്കമാണ് നഷ്ടമാകുന്നത്. ഇന്ന് യേശു പറയുന്നു, ദൈവമാണ് പുരുഷനെയും സ്ത്രീയെയും ഒന്നിപ്പിക്കുന്നത്. ആയതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഏറ്റവും ചുരുക്കി ഒതുക്കി ദാമ്പത്യത്തെ നിർവചിക്കുന്നത് പൗലോസാണ്. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 31-32 വാക്യങ്ങളിലും പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, ഇരുവരും ഒരു ശരീരമായി തീരും. പൗലോസ് പറയുന്നത് ഇതൊരു രഹസ്യമാണെന്നാണ്. ദാമ്പത്യം ദൈവമാണ് യോജിപ്പിച്ചതെങ്കിൽ ദൈവം തന്നെ ഒരു രഹസ്യമാണ്, ദൈവം തന്നെ ഒരു നിഗൂഢതയാണ്. അതുകൊണ്ട് ദൈവം ഇടപെടുന്ന കാര്യങ്ങളിലും ഒരു നിഗൂഢതയുണ്ടാകും. ഒരുപക്ഷെ യോസേപ്പ് പിതാവിൻ്റെ ജീവിതം നമുക്ക് ഒരു മാതൃകയായിട്ട് മുന്നിലുണ്ട്. സംശയത്തിൻ്റെ കാറ്റിൽ അണഞ്ഞു പോകേണ്ട ഒരു ദാമ്പത്യത്തെ ആ തച്ചൻ തന്നെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്? മറിയത്തെ ഒഴിവാക്കാൻ തീരുമാനിക്കുന്നു, പക്ഷെ ചെയ്തത് മറ്റൊന്നാണ്. അപ്പോൾ തീരുമാനം നടപ്പിലാക്കുന്നതിനും മധ്യേ ഒരു സ്പേസ് ഉണ്ട്, ഒരു ഇടവേളയുണ്ട്. ആ സ്പേസ് ദൈവത്തോട് സംസാരിക്കാനുള്ളതാണ്. കാരണം ദൈവമാണ് കൂട്ടിച്ചേർത്തതെങ്കിൽ അവനാണ് മെച്ചമായിട്ട് അറിയാവുന്നത്, നമ്മളെക്കാൾ നന്നായിട്ട് അറിയാവുന്നത്. അതുകൊണ്ട് അവനോട് സംസാരിക്കാനുള്ളൊരു സമയമാണ്. അപ്പോൾ തീരുമാനം മാറ്റി. ഇപ്പോൾ സംരക്ഷിക്കേണ്ട കരങ്ങൾ തന്നെ പ്രഹരിച്ചാൽ എന്ത് ചെയ്യും? ദാമ്പത്യത്തിൻ്റെ ഒത്തിരി വർഷങ്ങൾ പിന്നിട്ടിട്ട് ഒരു സഹോദരി ഏതാനും നാളുകൾക്ക് മുമ്പ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എൻ്റെ സ്വപ്നങ്ങൾ ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല, തിരക്കിയിട്ടില്ല. എൻ്റെ ഭർത്താവോ എൻ്റെ മക്കളോ നിൻ്റെ സന്തോഷം എന്താ, നിൻ്റെ ജീവിത സാക്ഷാത്കാരം എന്താ എന്നവർ ചോദിച്ചിട്ടില്ല. അവർക്കെന്ന് അവരുടെ കാര്യമാണ്. വല്ല രോഗമായിട്ടും ഞാൻ ആശുപത്രി കിടക്കുമ്പോഴാണ് ഒരു പക്ഷേ എൻ്റെ സാന്നിധ്യം അവരെ വീട്ടിലറിയുന്നത്. അത് സമയത്തിന് പലപ്പോഴും ഭക്ഷണം കിട്ടാത്തതുകൊണ്ടാണ്. എനിക്കിപ്പോൾ എന്നോട് തന്നെ ഒരു ആത്മനിന്ദ തോന്നുന്നു. എനിക്ക് വേണ്ടി ഞാൻ ജീവിക്കണ്ടേ, എൻ്റെ സ്വപ്നത്തിന് വേണ്ടി ജീവിക്കണ്ടേ എന്നൊരു ചോദ്യം. ഒരു ശരീരമായി, ഒറ്റ ശരീരമായി മാറുന്നതെന്ന് പറയുമ്പോഴും നിൻ്റെ ജീവിത പങ്കാളിയുടെ സ്വപ്നവും ആഗ്രഹങ്ങളും ജീവിത സാക്ഷാത്കാരവും ഇടയ്ക്കൊന്ന് അന്വേഷിക്കുകയും കണ്ടുപിടിക്കുകയും അതെത്തിച്ചേരാനായിട്ട് അയാളെ സഹായിക്കുക കൂടിയാണ്. ഈ ഒന്നായിത്തീരുന്നതിലെ ഒരു അസ്വസ്ഥത നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ഏർപ്പെട്ട എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു വൈരുദ്ധ്യവും കെമിസ്ട്രി ഇല്ലായ്മയും ഈ ജീവിതകാലം മുഴുവൻ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ദൈവമാണ് ഈ വഞ്ചിയെ വെള്ളത്തിലേക്ക് ഇറക്കിയത്. അവനറിയാം അതെക്കരയ്ക്ക് അടുപ്പിക്കാൻ എന്നുള്ള ഒരു ബോധ്യമാണ് നമ്മളെ നയിക്കുന്നത്. കാരണം അവരാണല്ലോ കൂട്ടിച്ചേർത്തത്. അതുകൊണ്ട് പൗലോസ് ഈ ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു കുഞ്ഞ് സീക്രട്ട് കൂടി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിന്റെ ഭാര്യയെ നീ സ്നേഹിക്കുക, സ്വന്തം ശരീരം എന്ന പോലെ സ്നേഹിക്കുക. സഭ ക്രിസ്തു വിധേയമായിരിക്കുന്ന പോലെ അവളും അവന് വിധേയാവുക. ഇതൊരു അടിമത്തത്തിൻ്റെയോ കീഴടക്കലിൻ്റെയോ ഭാഷയില്ല. സ്നേഹത്തിന് മാത്രം മനസ്സിലാകുന്ന അഗാധമായ നിഗൂഢതയുടെ ഒരു ഭാഷയാണ്. ബോബി ജോസ് കട്ടിക്കാട്ടച്ചൻ്റെ ഒരു പുസ്തകത്തിൽ ഒരു കഥാശകലം അദ്ദേഹം ഇങ്ങനെ കുറിക്കുന്നുണ്ട്. ഒരു ഭർത്താവ് ഒരു അപരാധം ചെയ്തു, തൻ്റെ ഭാര്യയ്ക്ക് ഒട്ടും പൊറുക്കാനാവാത്ത ഒരു തെറ്റ്. ഉള്ളിൽ അയാൾ കുറ്റബോധം കൊണ്ട് നേറിക്കൊണ്ടിരിക്കുക, ഉറങ്ങാൻ പറ്റുന്നില്ല, മനസ്സ് ശാന്തമാകുന്നില്ല, അയാളുടെ ഹൃദയം കലങ്ങി. ഭാര്യയുടെ ഏറ്റു പറയണ അയാൾ തീരുമാനിക്കുക. എന്തായിരിക്കും അവളുടെ പ്രതികരണമെന്ന് അയാൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എങ്കിലും ധൈര്യം സംഭരിച്ച് ഭാര്യയെ അടുത്ത് വിളിച്ച് അയാൾ തൻ്റെ കണ്ണുകൾ
താഴേക്ക് പതിപ്പിച്ച്, മുഖത്ത് നോക്കാൻ പറ്റാത്ത രീതിയിൽ താഴേക്ക് പതിപ്പിച്ച് തൻ്റെ അപരാധം ഏറ്റുപറയുകയാണ്. അയാൾ കാത്തു നിൽക്കുകയാണ്. എന്ത് പ്രതികരണമാണ് അവളിൽ നിന്നുണ്ടാവുക? എന്തിനു തയ്യാറാണ് അയാൾ? പെട്ടെന്ന് അയാളുടെ തോളിൽ അവളുടെ കരം പതിയുകയാണ്. അയാളെ ചേർത്ത് പിടിച്ചിട്ട് അവൾ പറഞ്ഞു, അത് സാരമില്ലടോ, ഞാൻ തൻ്റെ ഭാര്യയല്ലേ, ഞാനല്ലെങ്കിൽ പിന്നെ ആരാ തന്നോട് ക്ഷമിക്കുക? ഇടിയും കൊടുങ്കാറ്റും മിന്നലും പേമാരിയും ഒഴിഞ്ഞ ഒരു ശാന്തതയുടെ മന്ദമാരുതൻ്റെ അനുഭവം അയാൾക്ക് കിട്ടുക. ഇനി അയാൾ ഒരിക്കലും തെറ്റ് ചെയ്യില്ല. അയാളോട് ക്ഷമിക്കുക എന്നാൽ തന്നോട് തന്നെ ക്ഷമിക്കുക എന്നതാണ് ഒറ്റ ശരീരമാകുന്നതിൻ്റെ അർത്ഥം. അവിടെ അവർ രണ്ടുപേരും ഒരു ശരീരമായി തീരുകയാണ്. അവൻ തൻ്റെ ഭർത്താവുമായി ഒറ്റ ശരീരമായി തീർന്നു. എൻ്റെ ശരീരത്തിൻ്റെ ശരീരം, ഒറ്റ ശരീരം. എല്ലാ ദമ്പതികളെയും ദൈവം അനുഗ്രഹിക്കട്ടെ.